Cholesterol. Cholesterol is an optically active white crystalline solid with melting point 149 degree. Its specific rotation is 39 degree. Then its molecular formula is C27H46O. Okay. The structure of cholesterol was established after a great deal of work by several prominent groups, especially Wieland, Winters, and co-workers. The structure elucidation of cholesterol may be divided into 4 heads. First point is structure of nucleus. Structure of nucleus. Then position of hydroxyl group and double bond. Position of hydroxyl group and double bond. Okay. Then nature and position of side chain. Next step is determination of nature and position of side chain. Then position of angular methyl group. Then determination of position of angular methyl group. Methyl group. Okay. ഈ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ ഒരു റെഫറൻസ് മോളിക്യൂൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ നമുക്ക് ഡിഫറെൻറ്റ് ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനാണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ, പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഒക്കെ ഡിറ്റർമിൻ ചെയ്തിട്ട് ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കും. പിന്നെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മോളിക്കുലർ ഫോർമുല C27H46O എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഓക്സിജൻ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരെ വേണമെങ്കിലും വരാം. ഓക്കെ. അതായത് കീറ്റോ വരാം, OH ഗ്രൂപ്പ് വരാം, ഈതർ ലിങ്കേജ് വരാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻ നടത്തി നോക്കിയപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അപ്പം പിന്നെ ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എവിടെയാണ് ഈ ഒരു മോളിക്യൂൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം ഈ ഒരു സ്കെലിറ്റൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിക്കണം. ദെൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇപ്പോൾ അതുപോലെ തന്നെ ഇത് ഡബിൾ ബോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണ് കണ്ടുപിടിക്കണം. പിന്നെ ഈ 17th കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സൈഡ് ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ ബ്രിഡ്ജ് ഹെഡിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുകൾ ഇവിടെ ഒരു 18th പൊസിഷനിലും അതുപോലെ തന്നെ 19th പൊസിഷനിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് കാണാം. അപ്പോൾ ആ മീഥൈൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനും സ്റ്റീരിയോ കെമിസ്ട്രിയും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ന്യൂക്ലിയസ്, അതായത് ഇതിൻ്റെ ബേസിക് റിംഗ് സിസ്റ്റം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് ഡിഫറെൻറ്റ് കെമിക്കൽ ഡിഗ്രഡേറ്റീവ് റിയാക്ഷൻ വഴിയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ മോളിക്യൂള് ഫോംസ് മോണോ അസറ്റേറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ്. അപ്പോൾ അസറ്റിക് അൺഹൈഡ്രേറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ മോണോ അസറ്റേറ്റ് ഫോം ചെയ്തു. മോണോ അസറ്റേറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഇതിലൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി അതുപോലെ ഇത് 1 molecule of hydrogen ആഡ് ചെയ്തു. വെൻ ട്രീറ്റഡ് വിത്ത് മോളിക്കുലർ ഹൈഡ്രജൻ in presence of catalyst like palladium, platinum,
etc. Like it add one bromine molecule to form dibromide. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് റിയാക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ ഒരു മോളിക്യൂൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ മോളിക്യൂളിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, അപ്പോൾ മോണോ അസറ്റേറ്റ് ഫോം ചെയ്തപ്പോൾ ഇതിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇത് ഹൈഡ്രജൻ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ബ്രോമിൻ ആഡ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ ന്യൂക്ലിയസ് കണ്ടുപിടിക്കണം. ഈ ഒരു 4 റിങ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഡിഗ്രഡേറ്റീവ് റിയാക്ഷൻ വഴിയാണ്. കൺട്രോൾഡ് ഓക്സിഡേഷൻ നടത്തിയിട്ട് പലവിധേന ഈ റിങ്ങിനെ ക്ലീവ് ചെയ്യുന്നു. എന്നിട്ട് ആ ഓക്സിഡേഷൻ്റെ ഫലമായി കിട്ടുന്ന ഡൈകാർബോക്സിലിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഇത് എത്ര മെമ്പേർഡ് റിംഗ് ആണ്, എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഐഡിയ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള അങ്ങനെയുള്ള ഡീഗ്രഡേറ്റീവ് റിയാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡീഗ്രഡേറ്റീവ് റിയാക്ഷനാണ്. കൊളസ്ട്രോളിന് ആദ്യം ഓക്സിഡേഷൻ നടത്തുന്നതിന് മുന്നേ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഡബിൾ ബോണ്ടിനെ സാച്ചുറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷന്റെ അവിടെ ഓക്സിഡേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിനെ സാച്ചുറേറ്റ് ചെയ്തു. അപ്പോൾ കൊളസ്റ്റിറോൾ ഒരു മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ കൊളസ്ട്രോൾ എന്നുള്ളത് കൊളസ്റ്റനോൾ ആയി. കൊളസ്റ്റനോൾ അതായത് C27H46O എന്നുള്ള മോളിക്യൂൾ എന്തായി? 2 ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്തു. C27H48O ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള ഡബിൾ ബോണ്ട് പോയി. ഓക്കെ, ഇനി ഇതിലേക്ക് CrO3 ആയിട്ട് ട്രീറ്റ് ചെയ്തു, ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കണം? ഈ OH ഗ്രൂപ്പ് കറസ്പോണ്ടിങ് കീറ്റോ ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ ആ ഒരു മോളിക്യൂളിൻ്റെ പേരാണ് കൊളസ്റ്റനോൾ. ഓക്കെ, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ OHന് പകരം ഡബിൾ ബോണ്ട് O വരുന്നതാണ്. അതായത് ഇവിടുത്തെ 2 ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് കിട്ടുക? C27H46O കിട്ടി. ആണ് കൊളസ്റ്റനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ക്ലമൻസൺ റിഡക്ഷൻ വിധേയമാക്കി. ക്ലമൻസൺ റിഡക്ഷൻ്റെ റിയേജന്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് അമാൽഗോ HCl. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ C ഡബിൾ ബോണ്ട് O എന്നുള്ളത് CH2 ഗ്രൂപ്പായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല, അപ്പോൾ ആ ഒരു മോളിക്യൂളിൻ്റെ പേരാണ് കൊളസ്റ്റെയിൻ. അതിൻ്റെ മോളിക്കുലർ ഫോർമുല C27H48. ഓക്കെ, ഇനി ഈ ഒരു ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ വഴി നമുക്ക് എന്തൊക്കെ ഇൻഫറൻസ് ആണ് കിട്ടിയതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കൊളസ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു ആൽക്കെയിനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മളൊരു ജനറൽ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CnH2n-6 ആയിട്ടുള്ള ഒരു ഫോർമുലയായിട്ട് നമുക്ക് ഈ 2 ഇക്വേഷനെ നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇത് 4 ഡബിൾ ബോണ്ട് ഇക്വലന്റ് ഇതിൻ്റെ അകത്തുണ്ട്. 4 ഡബിൾ ബോണ്ട് ഇക്വലന്റ്. ഓക്കെ, ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 4 ഡബിൾ ബോണ്ട് ഈക്വലന്റ് ഉണ്ട് എന്നാണ്. പക്ഷേ ആക്ച്വലി ഇതിലെന്തില്ല? കൊളസ്റ്റെയിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. അതിൽ ഡബിൾ ബോണ്ട് ഒന്നുമില്ല. അപ്പോൾ ഈ പിന്നെ ഹൈഡ്രജൻ്റെ കുറവ് എന്തുകൊണ്ടായിരിക്കും? ഈ റിംഗ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതായത് 4 ഡബിൾ ബോണ്ട് ഈക്വലന്റ് എന്ന് പറയുമ്പോൾ 4 റിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ കൊളസ്റ്റെയിൻ എന്ന് പറഞ്ഞ മോളിക്യൂളിൽ 4 റിംഗ് ഉണ്ട്. അപ്പോൾ ഈ കൊളസ്റ്റെയിൻ എവിടുന്നാണ് ഉണ്ടായത്? കൊളസ്റ്റനോൾ എന്നാണ്. അത് കൊളസ്ട്രോൾ എന്നാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ മോളിക്യൂളിൽ എന്തുണ്ട്? 4 റിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ റിങ്ങും എത്ര മെമ്പേർഡ് റിംഗ് ആണ്, എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു
കൊളസ്ട്രോൾ മോളിക്യൂളിൻ്റെ സക്സസീവ് ഓക്സിഡേഷൻ വഴിയും അതിൻ്റെ ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റിൻ്റെ അനാലിസിസ് വഴിയൊക്കെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബ്ലാങ്ക്സ് റൂൾ. ബ്ലാങ്ക്സ് റൂൾ. ഓക്കെ, എന്താണ് ബ്ലാങ്ക്സ് റൂൾ? ബ്ലാങ്ക്സ് റൂൾ എന്ന് പറയുന്നത് 1,5-ഡൈകാർബോക്സിലിക് ആസിഡ് 1,5-ഡൈകാർബോക്സിലിക് ആസിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാർബോക്സിലിക് ആസിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? അൺഹൈഡ്രേറ്റ് കിട്ടും. അൺഹൈഡ്രേറ്റ് വിത്ത് എലിമിനേഷൻ ഓഫ് 1 വാട്ടർ മോളിക്യൂൾ. നമ്മൾ അതിൻ്റെ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ COOH 1, 2, 3, 4, 5 1,5-ഡൈകാർബോക്സിലിക് ആസിഡ് അസറ്റിക് അൺഹൈഡ്രേറ്റിൻ്റെ പ്രസൻസിൽ AC2O അസറ്റിക് അൺഹൈഡ്രേറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? സൈക്ലിക് അൺഹൈഡ്രേറ്റ് കിട്ടി. ഓക്കെ, ഇനി ഇത് 1,5-ഡൈകാർബോക്സിലിക് ആസിഡാണ്. ഇനി 1,6-ഡൈകാർബോക്സിലിക് ആസിഡാണ് ഹീറ്റ് ചെയ്ത് വെച്ചാലോ? കാർബോക്സിലിക് ആസിഡാണ് ഹീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് സൈക്ലിക് കീറ്റോൺ ആണ് കിട്ടുന്നത്. ഒരു 1,6-ഡൈകാർബോക്സിലിക് ആസിഡിനെ വരയ്ക്കുകയാണെങ്കിൽ COOH 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിനെ നമ്മൾ അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. AC2O ആണ്. AC2O ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യും, ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? സൈക്ലിക് കീറ്റോൺ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡൈകാർബോക്സിലിക് ആസിഡിൻ്റെ പ്രസക്തി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഓക്സിഡേഷൻ നടത്തി. അപ്പോൾ അങ്ങനെയാവുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ഇവിടെ ഒരു COH ഗ്രൂപ്പ് വരാം, അതുപോലെ തന്നെ ഇവിടെ ഒരു COH ഗ്രൂപ്പ് വരാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഓക്സിഡേഷൻ നടത്തി വയ്ക്കാം. അപ്പോൾ ഇവിടെയാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ COOH വരും, ഇവിടെ COOH വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എന്ത് തരം ഡൈകാർബോക്സിലിക് ആസിഡാണ്? 1, 2, 3, 4, 5, 6 1,6-ഡൈകാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ ഈ 1,6-ഡൈകാർബോക്സിലിക് ആസിഡ് അസറ്റിക് അൺഹൈഡ്രേറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? സൈക്ലിക് കീറ്റോൺ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ ഇവിടെ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഹീറ്റ് ചെയ്തപ്പോൾ ഒരു സൈക്ലിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടിയെച്ചാൽ നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാം? ഈ ഒരു റിങ് എന്ന് പറയുന്നത് 6 മെമ്പേർഡ് റിങ് ആണെന്ന് പറയാം. ഇനി അതുപോലെ ഇവിടെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ COH ഇവിടെ COH ആണ് കിട്ടിയതിരിക്കുക. അപ്പോൾ ഇതെന്താവും? 1,5-ഡൈകാർബോക്സിലിക് ആസിഡ് ആവും. അപ്പോൾ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സൈക്ലിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വലിയ മോളിക്യൂളിനെ നമ്മൾ പാർഷ്യലി ഓരോ ഭാഗത്തും ചില പെർട്ടിക്കുലർ റിയേജന്റ് വഴി നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ആ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ഈ റിങ്ങിൽ എത്ര മെമ്പർ ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബ്ലാങ്ക്സ് റൂളിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചാൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ മോളിക്യൂളിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. എങ്ങനെ ഇൻഫർ ചെയ്തു? ഇറ്റ് ഫോംസ് മോണോഅസെറ്റേറ്റ്, then it add 1 molecule of hydrogen and 1 molecule of bromine. It indicate the presence of double bond. Then നമുക്ക് ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബേസിക് സ്കെൽറ്റൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഡിഗ്രഡേറ്റീവ് റിയാക്ഷൻ നടത്തി. അപ്പോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കൊളസ്ട്രോളിനെ കംപ്ലീറ്റ്ലി ഹൈഡ്രോജിനേറ്റ് ചെയ്തു. എന്നിട്ട് കൊളസ്റ്റനോൾ കിട്ടി. Then it is oxidized with CrO3. Then cholestanol കിട്ടി. Then further reduction gives കൊളസ്റ്റൈൻ. അപ്പോൾ ഈ കൊളസ്റ്റൈൻ എന്ന് പറയുന്നത് 4 ഡബിൾ ബോണ്ട് ഈക്വലൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 4 റിങ് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനിയോ
ഇനി നമുക്ക് ഈ റിങ്ങിന്റെ സൈസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ബ്ലാങ്ക്സ് റൂളാണ്. ബ്ലാങ്ക്സ് റൂൾ പ്രകാരം 1,5 ഡൈകാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ when heated in presence of anhydrate gives what cyclic anhydrate. 1,6 dicarboxylic acid when heated with acetic anhydrate will give cyclic ketone. എന്നിട്ട് ഈ ഒരു റിങ്ങിനെ നമ്മൾ പാർഷ്യലി എന്ത് ചെയ്തു, ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള സ്ട്രക്ചറൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഓരോ റിങ്ങും, ഇപ്പോൾ ഈ റിങ്ങിനെ നമുക്ക് ജനറലായിട്ട് എ ബി സി ഡി എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള റിങ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓരോ എ എന്ന് പറഞ്ഞ റിങ്, ബി എന്ന് പറഞ്ഞ റിങ്ങും ഒക്കെ എത്ര മെമ്പേർഡ് റിങ് ആണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഓരോ നമ്പറിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പറിങ് ഒക്കെ പഠിക്കുക. Now we are going to look the nature of different rings, ring A, B, C, D, etc. First of all, ring A. Ring A ന്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിനെ വളരെ കൺട്രോൾഡ് കണ്ടീഷനിൽ ഓക്സിഡേഷന് വിധേയമാക്കുകയാണ്. ഇപ്പോൾ കൊളസ്ട്രോളിനെ നമ്മൾ എന്ത് ചെയ്തു, കൊളസ്ട്രനോൺ ആക്കി. കൊളസ്ട്രനോൺ ആക്കുന്നത് എങ്ങനെയാണ്? വിത്ത് ഓക്സിഡേഷൻ വിത്ത് ക്രോമിയം ട്രയോക്സൈഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ചേഞ്ച് ചെയ്യുന്ന ആ റിംഗ് സ്ട്രക്ചർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നേരത്തെ OH ഉള്ളിടത്തിൽ എന്തായി? ഡബിൾ ബോണ്ട് OI. അപ്പോൾ ഇതാണ് കൊളസ്റ്റനോൺ. ഓക്കെ, ദിസ് കൊളസ്റ്റനോൺ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് ഡൈകാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് നമുക്കൊരു ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടി, COOH COOH. ഓക്കെ, this on heated with acetic anhydride AC2O heat ചെയ്തപ്പോൾ എന്താണ്? 1 2 3 4 5 6. അപ്പോൾ 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? സൈക്ലിക് ഹിറ്റോൺ കിട്ടി. ഓക്കെ, ബാക്കി റിങ്ങിലത്തെ പൊസിഷൻസ് ഒക്കെ നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഇങ്ങോട്ട് ആ റിങ് കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സൈക്ലോപെൻറ്റനോൺ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മളെ പിന്നെ റിയാക്ഷൻ എന്തായിരുന്നു? ഓക്സിഡേഷൻ ഓഫ് കൊളസ്ട്രോൾ വിത്ത് ക്രോമിയം ട്രയോക്സൈഡ് ഗിവ് ഡൈകാർബോക്സിലിക് ആസിഡ് വിത്തൗട്ട് എനി ലോസ് ഓഫ് കാർബൺ ആറ്റം, സജസ്റ്റിംഗ് ദാറ്റ് കാർബണിൽ ഗ്രൂപ്പ് ഈസ് എ പാർട്ട് ഓഫ് റിംഗ്. അപ്പോൾ ഈ കാർബണിൽ ഗ്രൂപ്പ് സൈഡ് ചെയിൻ്റെ പാർട്ടായിരുന്നെങ്കിലോ, ഒരു കാർബണിൽ ഗ്രൂപ്പിനെ വീണ്ടും ഫർദർ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോളർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആസിഡ്സിന്റെ മിക്സ്ചറാണ് കിട്ടുക. പക്ഷെ സൈക്ലിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ കാർബണിൽ ഗ്രൂപ്പ് എന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സൈക്ലിക് ആയിട്ട് എന്തുണ്ട്? ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ ഈ കൊളസ്റ്റനോൺ ഫർദർ ഓക്സിഡൈസ് ചെയ്തപ്പോൾ ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടിയത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതൊരു റിങ്ങിന്റെ പാർട്ടായിട്ട് ആണ് ഈ ഡബിൾ ബോണ്ട് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹീറ്റിംഗ് ദിസ് ഡൈകാർബോക്സിലിക് ആസിഡ് വിത്ത് അസറ്റിക് anhydride yield cyclopentanone derivative with elimination of carbon dioxide, indicating that it is 1,6 dicarboxylic acid. Okay, then cholesterol must therefore have cyclohexanone ring. And so the hydroxyl group of cholesterol must be present on the 6-membered ring, which is designed as A. അപ്പോൾ ഇത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ റിങ്ങുകളില്ലേ, അപ്പം അതിൻ്റെ അകത്ത് റിങ് A ആയിരിക്കും. അപ്പോൾ ഇതിൽ പിന്നെ ഇവിടെ OH ഉള്ളതിനെ ഓക്സിഡൈസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ കീറ്റോൺ ആക്കിയത്.
എന്നിട്ട് അതിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്താണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു OH ആൻഡ് ഹെൻസ് ഈ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് റിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എത്ര മെമ്പേർഡ് റിംഗ് ആണെന്ന് മനസ്സിലായി? 6 മെമ്പേർഡ് റിംഗ് ആണെന്ന് മനസ്സിലായി. Because it gives this dicarboxylic acid gives cyclic anhydride upon heating with acetic anhydride. Okay. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പിന്നെ ആ ഒരു റിങ്ങിനെ നമ്മൾ ആ 6 മെമ്പേർഡ് ആയിട്ടുള്ള ആ റിങ്ങിനെ നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്തു. അതാണ് റിംഗ് A. ഓക്കെ. ദെൻ നെക്സ്റ്റ് അബൌട്ട് റിംഗ് B. Okay. 1,6-dicarboxylic acid derivative obtained by opening of A was converted into 1,4-dicarboxylic acid, which was transformed to beta-keto-dicarboxylic acid after a series of reactions. So we will write the reaction. ഇത് നമ്മളെ ഫസ്റ്റത്തെ 1,4-dicarboxylic acid. അപ്പോൾ ആദ്യം നമ്മൾ കിട്ടിയ കൊളസ്റ്റിനോളിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,6-dicarboxylic acid കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ 1,6-dicarboxylic acid. 1,6-dicarboxylic acid എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെയുള്ള കീറ്റോ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് കുറച്ചും കൂടി ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബോണ്ട് ഓക്സിഡൈസ് ടു കാർബൺ COOH. ദെൻ ബാക്കി റിങ്ങിന്റെ ഈ പൊസിഷൻ ഇതുപോലെ തന്നെ ആയിരിക്കാം. ഓക്കെ. എന്നിട്ട് ഇതിന് നമ്മൾ ഫർദർ ഓക്സിഡേഷൻ പ്രോസസ്സിന് വിധേയമായി കഴിഞ്ഞാൽ ഇവിടെ ഈ ബോണ്ട് ഫർദർ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇതിപ്പോൾ 1, 2, 3, 4, 5, 6 1,6-dicarboxylic acid ആണ്. അപ്പോൾ ആ 1,6-dicarboxylic acid 1,4-dicarboxylic acid ആയി കൺവേർട്ട് ചെയ്യും. COOH. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിലല്ല, ഡിഫറെൻറ്റ് സക്സസീവ് സ്റ്റെപ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് റിംഗ് A ആണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ട് സെയിം കംപ്ലീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ മോളിക്യൂളിനെ നമ്മൾ ഫർദർ ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ ഓക്സിഡൈസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? പിന്നെ ഈ ബോണ്ട് കൂടി ഇവിടെയും കൂടിയും ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ. അപ്പം COOH ഇവിടെ സോറി ഇവിടെ COOH, then COOH, then here COOH, ഇവിടെ ഇങ്ങോട്ട് സെയിം ബാക്കി മോളിക്യൂൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും ഈ ടെട്രാകാർബോക്സിലിക് ആസിഡ് അത്ര സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഫർദർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. അതായത് പിന്നെ ഈ ഒരു മോളിക്യൂൾ അതായത് ഈ ഒരു പെർട്ടിക്കുലർ കാർബണിൽ 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. COOH, ഇതെല്ലാം നമ്മുടെ ബാക്കി റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഇത് ആംഗുലർ മീഥൈൽ ഗ്രൂപ്പാണ്. ബാക്കിയുള്ള ഗ്രൂപ്പാണ് നമ്മൾ COOH, ഇവിടെ COOH.
അതായത് ഇതിലത്തെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, then this on further heating with acetic anhydride Sc2O gives, ഇതൊരു 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹീറ്റ് ചെയ്ത് എന്താ കിട്ടുക, സൈക്ലിക് കീറ്റോൺ കിട്ടും. ഓക്കെ, ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ COOH ഗ്രൂപ്പ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ദെൻ ബാക്കി റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിംഗ് 2 അല്ലെങ്കിൽ റിംഗ് ബിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനുള്ള സീരീസ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് obtained by opening of ring A was converted into 1,4 dicarboxylic acid. This is the structure of 1,4 dicarboxylic acid, which was transformed to beta keto dicarboxylic acid. Beta keto dicarboxylic acid ഏതാണ് ഇത്? After a series of reaction, then oxidation of beta keto dicarboxylic acid with CrO3 yields a tricarboxylic acid. This is the tricarboxylic acid, which when heated with acetic anhydride forms cyclopentanone ring. Okay, this is cyclopentanone ring. ഇവിടെ ഒരു കാർബൺ ഇല്ല കേട്ടോ, 5 മെമ്പേർഡ് റിംഗ് ആണ്. Cyclopentanone ring system. Okay, this result confirm that ring A is fused with another 6-membered ring which was named as ring B. അപ്പോൾ അതായത് നമ്മൾ സക്സസീവ് റിയാക്ഷൻ വഴി ആദ്യം റിംഗ് എനെ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആ റിംഗ് ബിയിലാണ് നമ്മൾ രണ്ടാമത് എന്ത് ചെയ്തത്, ഒരു സൈക്ലിക് കീറ്റോൺ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ സൈക്ലിക് കീറ്റോൺ പിന്നെ ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫസ്റ്റ് റിംഗ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് second ring or ring B. Okay, the fact that ring B is 6-membered ring is also confirmed by the conversion of cholesterol to tetracarboxylic acid. അപ്പോൾ ഒരു എവിഡൻസ് ആണ് ഇത്. അപ്പോൾ അതായത് നമ്മൾ റിംഗ് എനെ ഓക്സിഡൈസ് ചെയ്തിട്ടുള്ള ആ പ്രോഡക്റ്റിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്തപ്പോൾ കിട്ടുന്ന ഈ ടെട്രാകാർബോക്സിലിക് ആസിഡ് ഓർ 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടുന്നു. അത് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് കീറ്റോൺ കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ റിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള റിങ് എന്താണ്, 6-membered റിംഗ് ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ റിങ് 6-membered റിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തു. അപ്പോൾ അതിനോട് തൊട്ടടുത്തുള്ള ബി എന്ന് പറഞ്ഞ റിങ്ങും 6-membered റിംഗ് ആണെന്ന് കൺഫേം ചെയ്തു. ഇനി ആ ഒരു എവിഡൻസ് നമ്മൾ ഒന്നും കൂടി ഫർദർ കൺഫേം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൊളസ്ട്രോളിനെ എന്ത് ചെയ്തു വെച്ചാൽ കൊളസ്റ്റിറോൾ സെവറൽ സ്റ്റെപ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ അതിലെ ഒരു ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ഡൈകീറ്റോൺ ആണ്, ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ ഡബിൾ ബോണ്ടായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ്. നമ്മൾ പല ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റിന് ക്രോമിക് ഓക്സൈഡ് വെച്ചിട്ട് CrO3 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ടെട്രാ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ, ഇവിടെ COOH, then ഇവിടെ ഒരു COOH, then ഇവിടെ ഒരു COOH, then ബാക്കിയെല്ലാം ഇത് ആംഗുലർ മീഥൈൽ ഗ്രൂപ്പ് അതിൻ്റെ മുകളിലുള്ള ഇവിടെ COOH.
അപ്പോൾ ഇതിനെ നമ്മൾ ഫർദർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്തു എന്ന് വെച്ചാൽ 2 സൈക്ലിക് ആയിട്ടുള്ള കീറ്റോൺ ഫോം ചെയ്തു. ഇതും 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്, ഇതും 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടുന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡും ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു, ഇവിടുന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയൊരു പ്രോഡക്റ്റ് കിട്ടി. ഡബിൾ ബോണ്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡൈകാർബോക്സിലിക് ആസിഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീറ്റോ 5 മെമ്പേർഡ് കീറ്റോൺ ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ 2 എ എന്ന് പറഞ്ഞ റിങ്ങും ബി എന്ന് പറഞ്ഞ റിങ്ങും അടുത്തടുത്താണെന്നും പിന്നെ അത് ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതും ഒരു എവിഡൻസ് ആണ്. ബി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ബി എന്ന് പറയുന്നത് അതൊരു 6 മെമ്പേർഡ് റിംഗ് ആണുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് 2 റിങ്ങും കൂടി റിംഗ് സി ആൻഡ് റിംഗ് ഡി കണ്ടുപിടിക്കണം. അപ്പം അതും ഇതുപോലെ ഡിഗ്രഡേറ്റീവ് റിയാക്ഷൻ വഴിയാണ് അതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. പക്ഷെ അതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നമുക്ക് അങ്ങനെ ഓരോ റിങ്ങിനെ പാർഷ്യലായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഇത്തരം വലിയ കോമ്പൗണ്ടിന്റെ ഒക്കെ സ്ട്രക്ചർ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള മോളിക്യൂളിന്റെ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത ഒരു മോളിക്യൂളാണ് നമ്മളെ ഒരു ബൈൽ ആസിഡ് ആയിട്ടുള്ള ഡിയോക്സി കോളിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിലൊക്കെ നടത്തിയ ഓക്സിഡേറ്റീവ് സ്റ്റഡീസ് പറയുന്നത് ഇതിൽ ഒരു 2 5 മെമ്പേർഡ് ആയിട്ടുള്ള റിങ് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പം അതുവരെ കിട്ടിയ ഇൻഫർമേഷനും അതുപോലെ സൈഡ് ചെയിൻ്റെ നേച്ചറും അതുപോലെ തന്നെ നമ്മളെ ഡബിൾ ബോണ്ടിന്റെയും അതുപോലെ തന്നെ OH ഗ്രൂപ്പിന്റെയും ഒക്കെ പൊസിഷനും എല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ട് കൊളസ്ട്രോളിന് ഒരു സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്തു. ആ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്, വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിഗ്രഡേറ്റീവ് സ്റ്റഡി കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇനി ഈ ഒരു ലോങ് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു റിങ്ങും 5 മെമ്പേർഡ് റിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു റിങ്ങും 5 മെമ്പേർഡ് റിംഗ് ഉണ്ട് എന്നാണ്. 5 മെമ്പേർഡ് റിംഗ് ഉണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അത് നമ്മളെ 1,5 ഡൈകാർബോക്സിലിക് ആസിഡ് ഹീറ്റ് ചെയ്ത പോലുള്ള പ്രോഡക്റ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതുവരെയുള്ള എവിഡൻസ് ഒക്കെ വെച്ചിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ OH വരുന്നു, പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു സ്ട്രക്ചറിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഏത് സ്റ്റിറോയിഡ് ആണെങ്കിലും അതിനെ സെലീനിയം വെച്ച് ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡീൽസ് ഹൈഡ്രോകാർബൺ കിട്ടും. ഇപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിൽ തന്നെ കൊളസ്ട്രോളിന് കൊളസ്റ്റിറോൾ ഓൺ ഡിസ്റ്റിൽ വിത്ത് സെലീനിയം വിൽ ഗെറ്റ് ഡീൽസ് ഹൈഡ്രോകാർബൺ ആൻഡ് ക്രൈസിൻ. അപ്പോൾ ഡീൽസ് ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ എന്താണ്? ഇങ്ങനെ സൈക്ലോപെന്റനോ ഫിനാന്ത്രോൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഡീൽസ് ഹൈഡ്രോകാർബൺ. ഓക്കെ, അപ്പൊ ഈ ഡീൽസ് ഹൈഡ്രോകാർബൺ അതുപോലെ തന്നെ ക്രൈസിൻ മറ്റുള്ള ഒരു മോളിക്യൂളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡീൽസ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ മാത്രമല്ല, അതുമായിട്ട് സ്ട്രക്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള പല കോമ്പൗണ്ടിനെ ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡീൽസ് ഹൈഡ്രോകാർബൺ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് റിംഗ് ഇപ്പൊ ഇത് പ്രകാരം ഇത് റിംഗ് എ, ഇത് ബി, ഇത് സി, ഇത് ഡി എന്ന് പറഞ്ഞുള്ള റിംഗ് ആണ്. അപ്പൊ ഇതിൽ സി എന്ന് പറയുന്ന റിംഗും ഡി എന്ന് പറയുന്ന റിംഗും എന്താണ് 5 മെമ്പേർഡ് റിംഗ് ആണെന്നാണ് സജസ്റ്റ് ചെയ്തത് വിൻഡസ് ആൻഡ് വീലാൻഡ്.
1928 വിന്റർസൺ വീലാൻഡ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണിത്. പക്ഷെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഡീൽസ് ഹൈഡ്രോകാർബണിന്റെ ഫോർമേഷൻ എന്തുകൊണ്ടാണെന്ന് പിന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റില്ല. അപ്പം പിന്നീട് ഇതല്ല അതിന്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ റിംഗ് സി എന്ന് പറയുന്നത് ആക്ച്വലി 6 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പൊ അത് 5 മെമ്പേർഡ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ കാരണം എന്തായിരുന്നു ചോദിച്ചാല്, ഡിയോക്സി കോളിക് ആസിഡ്. നമ്മൾ പറഞ്ഞു കൊളസ്ട്രോളിനേക്കാളും കുറച്ചും കൂടിയും ഓക്സിഡേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോളിക്യൂളാണ് ഡിയോക്സി കോളിക് ആസിഡ്. ഓക്സിഡേറ്റീവ് സ്റ്റഡി ഒക്കെ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അപ്പൊ ഡിയോക്സി കോളിക് ആസിഡിന് സക്സസീവ് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ റിംഗ് സി ഓക്സിഡേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിംഗ് സി ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഡൈകാർബോക്സിലിക് ആസിഡ്, ഇവിടെ COOH, ഇവിടെ COOH ആയിരുന്നു. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ R. ഓക്കെ. അപ്പൊ ഈ ഒരു ഡൈകാർബോക്സിലിക്, ഇത് റിംഗ് A, ഇത് റിംഗ് B, ഇത് റിംഗ് D. അപ്പൊ ഇവിടെ ആയിരിക്കും റിംഗ് C ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഈ ഒരു റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 2 3 4 5 6 മെമ്പേർഡ് ആയിട്ടുള്ള എന്താണ് ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ നടക്കുന്നുണ്ട്. അതായത് ബ്ലാങ്ക്സ് റൂളിന് ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇവിടെ 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് ഹീറ്റ് ചെയ്തെങ്കിലും അസറ്റിക് അൺഹൈഡ്രേറ്റ് ആയിട്ട് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ Ac2O ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സൈക്ലിക് ആയിട്ടുള്ള അൺഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സൈക്ലിക് കീറ്റോൺ. അപ്പം അൺഹൈഡ്രേറ്റ് ആകുമ്പോൾ എത്ര മെമ്പേർഡ് ആയിരിക്കും, 7 മെമ്പേർഡ് ആയിട്ടുള്ള സൈക്ലിക് അൺഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് O, ഓക്സിജൻ, C ഡബിൾ ബോണ്ട് O, 1 2 3 4 5 6 7. ഓക്കെ, 7 മെമ്പേർഡ് ആയിട്ടുള്ള സൈക്ലിക് അൺഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സൈക്ലിക് കീറ്റോൺ. അപ്പൊ അവിടെയാണ് എന്ത് വരാൻ കാരണം, നമ്മുടെ നേരത്തെ 1928 വീലാൻഡിന്റെ അല്ലെങ്കിൽ വിന്റേഴ്സിന്റെയും ഫോർമുല സ്ട്രക്ചർ തെറ്റാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ബ്ലാങ്ക്സ് റൂൾ ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ നടന്നത്. അതായത് 1,6 ഡൈകാർബോക്സിലിക് ആസിഡ് ഹീറ്റ് ചെയ്തപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള 7 മെമ്പേർഡ് ആയിട്ടുള്ള അൺഹൈഡ്രേറ്റ് ആണ് കിട്ടിയത്. അപ്പൊ അൺഹൈഡ്രേറ്റ് കിട്ടിയപ്പോൾ ഓരോന്ന് വിചാരിച്ചു ഇതൊരു 5 മെമ്പേർഡ് റിംഗ് C എന്ന് പറയുന്നത് ഒരു 5 മെമ്പേർഡ് ആയിട്ടുള്ള റിംഗ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ പിന്നീട് ഡീൽസ് ഹൈഡ്രോകാർബൺ, ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇതൊരു 6 മെമ്പേർഡ് ആയിട്ട് റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചർ വെച്ചിട്ട് ഫോർമേഷൻ ഓഫ് ട്രൈസിൻ ഓർ ഫോർമേഷൻ ഓഫ് ഡീൽസ് ഹൈഡ്രോകാർബണും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ഇതിലെ പൊസിഷൻ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൻഡ് ഡബിൾ ബോണ്ട് ആണ്. പൊസിഷൻ ഓഫ്, അപ്പൊ നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എത്ര മെമ്പേർഡ് റിംഗ് ആണെന്നുള്ളതൊക്കെ. ഇപ്പൊ റിംഗ് A, B, C, D. അപ്പൊ എങ്ങനെയാണ് ഇലൂസിലേറ്റ് ചെയ്തതെന്ന് പഠിക്കാം. ഓക്കെ. ഇനി പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് ആൻഡ് ഡബിൾ ബോണ്ട്. OH ആൻഡ് ഡബിൾ ബോണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ 6 മെമ്പേർഡ് റിംഗ്. 6 മെമ്പേർഡ് റിംഗിലാണ് OH ഗ്രൂപ്പ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മെമ്പേർഡ് റിംഗ് ആന്ന് പറയുമ്പോൾ അതിൽ A, B and C ആണ് 6 മെമ്പേർഡ് റിംഗ്. ഓക്കെ.
ഡി എന്ന് പറഞ്ഞ റിംഗ് എന്താണ് 5 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ എന്തായാലും എന്തിലായിരിക്കില്ല ഈ OH ഉള്ളത്, ഡിയിലായിരിക്കില്ല, എ ഓർ ബി ഓർ സിയിലായിരിക്കും. Actually, the oxidation of cholesterol yield another 1,6-dicarboxylic acid as minor product. അപ്പോൾ നേരത്തെ നമ്മൾ പിന്നെ കൊളസ്റ്ററോൾ വരച്ചു, അതായത് നമ്മൾ കൊളസ്ട്രോളത്തെ OHന് പകരം അവിടെ ഓക്സിഡൈസ് ചെയ്തിട്ട് C ഡബിൾ ബോണ്ട് O ഫോം ചെയ്തിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഒന്നുകൂടി വരയ്ക്കാൻ പോകുന്നത് കൊളസ്റ്ററോൾ. ഓക്കെ, അപ്പോൾ ഈ കൊളസ്റ്ററോളിന് ഇവിടെ അങ്ങോട്ട് ബാക്കി സ്ട്രക്ചർ തന്നെ ഓക്സിഡൈസ് ചെയ്തപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, 1,6-dicarboxylic acid. അപ്പൊ 2 ടൈപ്പ് ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടി, ഒന്ന് ഇവിടെ ബ്രേക്ക് ചെയ്തതും ഒന്ന് ഇവിടെ ബ്രേക്ക് ചെയ്തതും. നമ്മൾ രണ്ടും വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ബ്രേക്ക് ചെയ്തത് വെച്ചാൽ എന്താ കിട്ടുക, COOH COOH, ബാക്കി റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ. ഓക്കെ, ഇനി ഇവിടെയാണ് ബ്രേക്ക് ചെയ്തത് വെച്ചാലോ, ഇതാണ് നമ്മളെ മൈനർ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ബ്രേക്ക് ചെയ്തത് വെച്ചാൽ ഇവിടെയാണ് COH വരിക, COH. പിന്നെ ഇവിടെ COOH, ബാക്കി റിംഗ് ബി അതുപോലെ തന്നെ വരയ്ക്കാം. ഓക്കെ, ഇത് റിംഗ് ബി ആണ്, റിംഗ് ബി ആണ്. ഓക്കെ, അപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ റിംഗ് എ എന്ന് പറഞ്ഞ ആ റിംഗിലാണ് നമ്മൾ പിന്നെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ ഇങ്ങനെ ഒരു പോസിബിലിറ്റി കിട്ടണമെങ്കിൽ ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ CH2 C ഡബിൾ ബോണ്ട് O CH2 ഗ്രൂപ്പ് വേണം. ഓക്കെ, അപ്പൊ ഈ CH2 C ഡബിൾ ബോണ്ട് O CH2, ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് പിന്നെ ഇതിന് പകരം ശരിക്കും എന്താണുള്ളത്, OH ആണുള്ളത്, അതിന് പകരമാണ് C ഡബിൾ ബോണ്ട് O വരച്ചത്. അപ്പോൾ കൊളസ്റ്ററോൾ, അപ്പൊ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റിയ എന്താ വെച്ചാൽ, അപ്പോൾ ഈ ഒരു റിംഗ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ക്ലീവേജ് നടക്കണമെങ്കിൽ, അതായത് കിട്ടുന്ന 2 ഡൈകാർബോക്സിലിക് ആസിഡും പാർട്ട് ഓഫ് റിംഗ് ആണ്. അപ്പോൾ പാർട്ട് ഓഫ് റിംഗ് ആണെങ്കിലും ഇതിന്റെ ക്ലീവ് ചെയ്യുന്ന പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു CH2 C ഡബിൾ ബോണ്ട് O CH2 ഗ്രൂപ്പ് ലിങ്കേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതായത് ഈ കാർബണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4, അപ്പം ഐദർ സെക്കൻഡ് പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലായിരിക്കും. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് O, ഇങ്ങനെ. അപ്പൊ 2 പോസിബിലിറ്റി എങ്ങനെയാ വരിക, ഇവിടെ ക്ലീവ് ചെയ്യുക, അതുപോലെ ഈ സൈഡിൽ ക്ലീവ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും, അപ്പൊ ഇവിടെ ക്ലീവ് ചെയ്ത് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു എന്തുണ്ട്, ആംഗുലർ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, ആംഗുലർ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ക്ലീവ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ COOH വന്നു, COOH നമ്മൾ ആംഗുലർ മീഥൈൽ ഗ്രൂപ്പ്, ഓക്കെ. ദെൻ ഇവിടെയാണ് ക്ലീവ് ചെയ്തതെന്ന് വെച്ചാൽ എന്തായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക, COOH
ഇങ്ങനൊരു പ്രോഡക്റ്റാണ് കിട്ടുക. ഓക്കെ. The position of hydroxyl group at C3 was confirmed by Kohn et al. On treatment of cholesterol with the methyl magnesium bromide followed by distillation with selenium at 360 degree produced 3-7 dimethyl pentanophenadrine whose structure was confirmed by synthesis. ഓക്കെ. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടാനുള്ള രണ്ട് പോസിബിലിറ്റിയാണ് ഇത്. അതായത് either സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് ആവാം. അപ്പം പിന്നെ തേർഡ് പൊസിഷനിലാണെന്ന് കൺഫേം ചെയ്തത് ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇതിന്റെ കൊളസ്ട്രോണുമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആ പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ കൺഫേം ചെയ്തിട്ടാണ്. അപ്പൊ അതായത് നമുക്ക് രണ്ടിലോ CH2CO ഗ്രൂപ്പ് വരുന്ന രീതിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രക്ചർ നമ്മൾ വരച്ചു. അപ്പം അതിൻ്റെ അകത്ത് ഏതിന് പൊസിഷൻ 2-ലാണോ അല്ലെങ്കിൽ 3-ലാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊളസ്റ്റനോണിലേക്ക് ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്തു. ഏതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുത്തത്? CH3MgBr. അപ്പോൾ ഇത് ഏതായിരിക്കും പ്രോഡക്റ്റ്? കാർബണിൽ ഗ്രൂപ്പുള്ള ഇവിടെ CH3 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാർബണിൽ ഗ്രൂപ്പ് എന്താവും? OH വരും. ഇവിടെ OH വന്നു, ഇവിടെ CH3 വന്നു, ബാക്കി ഇവിടെ ഒരു ആംഗുലർ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇനി ഈ ഒരു സ്ട്രക്ചറിന് എന്ത് ചെയ്തു? സെലീനിയം വെച്ചിട്ട് ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ അറ്റ് 360 ഡിഗ്രി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം എന്താവും? ഈ റിങ്ങുകളൊക്കെ ആരോമാറ്റിക് ആയിട്ടുള്ള റിങ്ങുകളാവും. അപ്പോൾ ഇവിടെ OH എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ വാട്ടർ മോളിക്യൂളൊക്കെ ഇട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു CH3 ഗ്രൂപ്പ് ഈ ഒരു അരോമാറ്റിക് റിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ റിങ്ങിന്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഒരു CH3 ഇതാണ് ഡിസ്റ്റിൽ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടാവും. ഇത് നമ്മളെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്തിട്ടുള്ള കാർബണിൽ ഗ്രൂപ്പ് എവിടെയാണോ അവിടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഫോർമേഷനിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് ഈ കാർബണിൽ ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും നമ്മൾ ആൽക്കിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാർബണിൽ ഗ്രൂപ്പ് എവിടെയുണ്ടാവുക? എവിടെയാണോ OH ഗ്രൂപ്പ് ഉള്ളത് അവിടെയായിരിക്കും. കൊളസ്ട്രോളിന്റെ OH ഗ്രൂപ്പ് ഉള്ള പൊസിഷനിലാണ് ഇവിടെ ഡബിൾ ബോണ്ട് O ആയത്. ആ ഡബിൾ ബോണ്ട് O ഉള്ളിടത്തിലാണ് നമ്മൾ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്തത്. അപ്പം അതിനെ ഡിസ്റ്റിൽ ചെയ്ത് കിട്ടിയ ഈ പ്രോഡക്റ്റിൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷനിലായിരിക്കും നമ്മളെ കൊളസ്ട്രോളിൽ OH ഗ്രൂപ്പ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു പൊസിഷൻ ഏതാണെന്ന് മനസ്സിലായി? തേർഡ് പൊസിഷനിലാണെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ OHന്റെ പൊസിഷൻ മനസ്സിലാക്കിയത്. ഇനി പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ OHന്റെ പൊസിഷൻ നമ്മൾ നോക്കി. അപ്പോൾ ഇനി പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഓക്കെ. അപ്പം അതും ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ വഴിയാണ് നമ്മൾ കൺഫേം ചെയ്തത്. അപ്പോൾ ആദ്യം എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ കൊളസ്ട്രോളിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. കൊളസ്റ്റിറോൾ H2O2 in presence of ACOH ആയി ട്രീറ്റ് ചെയ്തപ്പോൾ കൊളസ്റ്റൈൻ ഡയോൾ കിട്ടി. അതായത് ഡബിൾ ബോണ്ട് ഉള്ള ആ ഒരു പൊസിഷനിൽ OH ഗ്രൂപ്പ് സിൻ പൊസിഷനിൽ ആഡ് ചെയ്തു. കൊളസ്റ്റൈൻ ട്രയോൾ. അപ്പൊ ഈ ട്രയോളില് ഒരു OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കൊളസ്ട്രോളിൽ ഉള്ള OH ഗ്രൂപ്പാണ്. ബാക്കി രണ്ട് OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ള OH ഗ്രൂപ്പാണ്. ഇനി ഈ ഒരു കൊളസ്റ്റൈൻ ഡയോളിന്
ക്രോമിയം ട്രയോക്സൈഡ് CrO3 വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ ഹൈഡ്രോക്സി കൊളസ്റ്റൈൻ ഡയോൺ കിട്ടി. ഡയോൺ, ഇത് ഡയോൾ ആണ്, ഡയോൺ കിട്ടി. ഹൈഡ്രോക്സി കൊളസ്റ്റൈൻ ഡയോൺ. Okay. This on further treatment with elimination of one water molecule and reduction with the zinc and acetic acid gives cholesterol dione. Then it is further oxidized with chromic acid, gives chromium dioxide gives tetracarboxylic acid. Tetracarboxylic acid. Okay. ഇനി നമുക്ക് ഇതിന്റെ മോളിക്യുലർ ഫോർമുല നോക്കാം. കൊളസ്ട്രോളിൻ്റെത് C27H46O. അപ്പോൾ ഇത് നമ്മൾ ഹൈഡ്രോക്സിലേഷൻ നടത്തിയാണ്. ഓൾറെഡി ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഈ ഡബിൾ ബോണ്ടിന്റെ അവിടെ 2 OH ഗ്രൂപ്പ് കൂടി വരും. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഫോർമുല എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? C27H46 then O3 വരും. ഇനി എന്ത് ചെയ്യും? ഇതിലത്തെ 2 OHലത്തെ COH ബോണ്ട് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പായിട്ട് മാറും. അതായത് 4 ഹൈഡ്രജൻ ലോസ് നടക്കും ഓക്സിഡേഷൻ വഴി. ഇപ്പൊ C27, ഇത് 48 ആണ്. ഇവിടെ 2 OH ഗ്രൂപ്പ് അല്ല അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ 2 OH ഉണ്ടാവും, 2 OU ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ H44O3. Then ഇനി എന്താ സംഭവിക്കുന്നത്? ഇവിടെ പിന്നെ ഒരു OHനെ ഹൈഡ്രജനായിട്ട് റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ C27H44O2 ഫോം ചെയ്തു. ദെൻ ഇതിനെ ഓക്സിഡൈസ് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് ടെട്രാകാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്തു. C27H44O8. ഓക്കെ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നമുക്ക് എന്താ മനസ്സിലാക്കിയെന്ന് നോക്കാം. അപ്പോൾ അതായത് സാധാരണ ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രോമിക് CrO3 വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? കീറ്റോൺ കിട്ടണം. അപ്പോൾ ഇവിടെ ട്രയോൾ വെച്ചിട്ട് ഹീറ്റ് ചെയ്തപ്പോഴും ക്രോമിക് ആസിഡ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോഴും ഡയോൺ മാത്രമേ കിട്ടിയുള്ളൂ. ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഇൻഡിക്കേഷൻ എന്താ ചോദിച്ചാൽ ഈ മൂന്നാമത്തെ ഈ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് ഹെഡിലായിരിക്കും. അതായത് ഒരു ടെർഷ്യറി കാർബണിലായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള നമ്മൾ സ്ട്രക്ചർ നോക്കിക്കഴിയുകയാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ വരയ്ക്കുന്നു. കൊളസ്ട്രോളിന്റെ നമ്മളെ റിംഗ് എയും ബിയും മാത്രം ഡിനോട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ OH ഇത് നമ്മളെ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ. ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം സെയിം ആണ്. ഓക്കെ. ഇനി ആദ്യം എന്ത് ചെയ്തു? ഹൈഡ്രജൻ പെറോക്സൈഡും COH ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഹൈഡ്രോക്സിലേഷൻ ആദ്യം. ഇവിടെ ഹൈഡ്രോക്സിലേഷൻ നടന്നു. അതായത് ഇവിടെ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ഇവിടെ ഓൾറെഡി കൊളസ്ട്രോളിലുള്ള OH ഗ്രൂപ്പ്. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ CrO3 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ CrO3 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോൾ എന്താ ഒബ്സർവ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടെർഷ്യറി കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഒരു OHന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇത് കറസ്പോണ്ടിങ് കീറ്റോണായി മാറി, ഇതും കറസ്പോണ്ടിങ് കീറ്റോണായിട്ട് മാറി. ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ
OH, ബാക്കി ഗ്രൂപ്പുകളെല്ലാം കൊളസ്ട്രോളിലെ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടി. ഇനി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ഈ ഒരു OH നമ്മൾ റെഡ്യൂസ് ചെയ്യിപ്പിച്ചു വിത്ത് സിങ്ക് ആൻഡ് അസറ്റിക് ആസിഡ് -H2O and reduction using zinc and acetic acid. അപ്പോൾ ഈ ഒരു OH പകരം ഇവിടെ സാച്ചുറേറ്റഡ് ആയി. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ ഡബിൾ ബോണ്ട് O, ഇങ്ങനെയൊരു സ്ട്രക്ചർ കിട്ടി. ഇനി ഈ ഒരു ഡൈഓണിന നമ്മൾ ഫർദർ ഓക്സിഡൈസ് ചെയ്തപ്പോൾ ഇത് ക്ലീവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ബോണ്ട് ക്ലീവ് ചെയ്തു, അതുപോലെ തന്നെ ഈ ഒരു ബോണ്ട് ക്ലീവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ടെട്രാ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്തു. COOH. ഓക്കെ, ഇവിടെ COOH, ഇവിടെ COOH. നമുക്ക് ഇങ്ങനെ ഒരു ടെട്രാ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്തു. ഇനി ഈ ഒരു ടെട്രാ കാർബോക്സിലിക് ആസിഡ് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് എന്തൊക്കെ കൺഫേം ചെയ്യാൻ പറ്റുന്നത്? കൊളസ്റ്റൈൻ ഡയോൺ, അതായത് ഓക്സിഡേഷൻ ഓഫ് കൊളസ്റ്റൈൻ ഡയോൺ ടു ടെട്രാ കാർബോക്സിലിക് ആസിഡ് വിത്തൗട്ട് എനി ലോസ് ഓഫ് കാർബൺ ആറ്റം സജസ്റ്റ് ദാറ്റ് ബോത്ത് ദീസ് കീറ്റോണിക് ഗ്രൂപ്പ് ആൻഡ് സൈക്ലിക് ആർ നോട്ട് പ്രസന്റ് അറ്റ് ദ സെയിം റിംഗ്. അപ്പോൾ ഈ കീറ്റോൺ റിങ്ങും കീറ്റോണിക് ഗ്രൂപ്പും സൈക്കിളും, അതായത് ഈ രണ്ട് കീറ്റോൺ, അതായത് ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഈ കീറ്റോണും അതുപോലെ തന്നെ OH ഫോം ചെയ്തിട്ടുള്ള ഈ കീറ്റോണും രണ്ട് റിങ്ങിന്റെ പാർട്ടായിട്ട് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടെട്രാ കാർബോക്സിലിക് ആസിഡ് കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് കീറ്റോണും ഒരു റിങ്ങിന്റെ ഉള്ളിൽ തന്നെയായിരുന്നെങ്കിലോ, അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ എന്താണ് അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൈകാർബോക്സിലിക് ആസിഡോ അല്ലെങ്കിൽ വിത്ത് എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ് പ്രോഡക്റ്റ് കിട്ടുക. അപ്പം ഇങ്ങനെ ഒരു ടെട്രാ കാർബോക്സിലിക് ആസിഡ് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ഒരു ടെട്രാ കാർബോക്സിലിക് ആസിഡ് നിന്ന് കിട്ടിയത് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു കീറ്റോ ഗ്രൂപ്പും ഈ ഒരു കീറ്റോ ഗ്രൂപ്പും രണ്ട് റിങ്ങിന്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഇനി പിന്നെ heating tetracarboxylic acid with acetic anhydride produce another diketo compound indicating that ketonic groups present in cholesterol dione are part of 6-membered ring. അപ്പോൾ ഈ ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ടെട്രാകാർബോക്സിലിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിങ്ങും എന്താവും, സൈക്ലിക് കീറ്റോൺ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലും സൈക്ലിക് കീറ്റോൺ ഫോം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനിക്കാം? അപ്പോൾ ഈ ഒരു റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടും എന്താണ് 6-membered ആയിട്ടുള്ള റിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു സൈക്ലിക് കീറ്റോൺ നമ്മളൊന്നും കൂടി വരയ്ക്കുകയാണ്. ഈ ഒരു സ്ട്രക്ചർ അപ്പൊ ഈ ഒരു ഡൈകീറ്റോൺ എന്ത് ഫോം ചെയ്തു വെച്ചാൽ പിരിഡസിൻ ഡെറിവേറ്റീവ് ഫോം ചെയ്യും വിത്ത് ഹൈഡ്രസീനുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രസീൻ എന്ന് പറയുമ്പോൾ NH2 NH2. അപ്പോൾ ഹൈഡ്രസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ
ഇവിടുത്തെ ഒരു H2 ഇവിടുത്തെ ഒരു ഓയും കൂടി വാട്ടറുമായിട്ട് എലിമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഓയും H2 കൂടി വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു പിരിഡസിൻ ഡെറിവേറ്റീവ് ഫോം ചെയ്യും. ഓക്കെ, N ഇവിടെ ഡബിൾ ബോണ്ട് N, ഇതാണ് ആ ഒരു പിരിഡസിൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു പിരിഡസിൻ ആയിട്ടുള്ള ഈ ഒരു സൈക്ലിക് ആയിട്ടുള്ള റിംഗ് സിസ്റ്റം ഫോം ചെയ്യണമെങ്കിൽ ഈ രണ്ട് പിന്നെ എന്താവണം, രണ്ട് കീറ്റോ ഗ്രൂപ്പും ഗാമ പൊസിഷനിലാവണം. ഒന്നിന്റെ ആൽഫ ബീറ്റ ഗാമ പൊസിഷനിലായിരിക്കണം അടുത്ത ഗ്രൂപ്പ്. അതായത് 1,4 ഡൈകീറ്റോൺ ആണ് ഇത്തരം പിരിഡസിൻ ടൈപ്പ് റിയാക്ഷൻ ഫോം കാണിക്കുന്നത് വിത്ത് ഹൈഡ്രസിൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു കീറ്റോ ഗ്രൂപ്പും ഈ ഒരു കീറ്റോ ഗ്രൂപ്പും 1,4 പൊസിഷനിലാണെന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഈ സക്സസീവ് റിയാക്ഷൻ വഴി നമുക്ക് എന്ത് മനസ്സിലാക്കി, ഇപ്പോൾ ഒരു OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിംഗ് എയിലാണെന്ന് മനസ്സിലാക്കി. ഈ കീറ്റോ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് ഉള്ളതെന്ന് പറയുന്നത് OH ഗ്രൂപ്പ് ഉള്ള പിന്നെ റിങ്ങിലല്ല, മറ്റൊരു അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റിങ്ങിലാണെന്ന് മനസ്സിലാക്കി. ഇനിയും എന്ത് ചെയ്യണം, ആ OH ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുകയാണെന്ന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആയിട്ടുള്ള റിയാക്ഷൻ വഴി നമുക്ക് പിന്നെ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 5-6 പൊസിഷനിലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ എവിഡൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യം കൊളസ്ട്രോൾ, അതായത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് സെക്കൻഡ് റിംഗ് ബിയിലാണെന്ന് മനസ്സിലായി. ഇനി ആ റിംഗ് ബിയിൽ എവിടെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ കൊളസ്ട്രോളിന് CuO വെച്ചിട്ട് 290 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ഡബിൾ ബോണ്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു വാട്ടർ മോളിക്യൂളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ കിട്ടും. C ഡബിൾ ബോണ്ട് O ഇങ്ങനെയൊരു സ്ട്രക്ചർ കിട്ടും. അപ്പൊ ഇതിന് ഫർദർ ഓക്സിഡൈസേഷൻ വിധേയമായി കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പ് ആവുന്നു, ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ആവുന്നു. COOH ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. കീറ്റോ ആസിഡ് ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു കീറ്റോ ആസിഡ് ഫോം ചെയ്യുന്നത് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു പിന്നെ നമ്മളെ പൊസിഷൻ എങ്ങനെയായിരിക്കുക, 1 2 3 4 5 6. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ലാംഡ മാക്സിന്റെ വാല്യൂ 240 നാനോമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്ന് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണെന്ന് മനസ്സിലായി. ഇനി പിന്നെ ഇതിന്റെ ഇനി നമ്മളെ ഈ ഡബിൾ ബോണ്ട് ഈ റിങ്ങിൽ ഒന്നെങ്കിൽ ഈ റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റീജിയനിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നേരത്തെ ഈ ഡബിൾ ബോണ്ടിലുള്ള അവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തപ്പോൾ ഒരു പിന്നെ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് OH ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, അതായത് ബ്രിഡ്ജ് ഹെഡിനോട് അറ്റാച്ച് ചെയ്തിരിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാകുമ്പോഴാണല്ലോ ഈ ഒരു ടെർഷ്യറി ആയിട്ടുള്ള OH ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഹൈഡ്രോക്സിലേഷൻ നടത്തിയപ്പോൾ. അപ്പൊ ഇത് പിന്നെ ഈ ഒരു പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് എന്നാണ് കൺഫ്യൂഷൻ. അപ്പോൾ പിന്നെ ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ എന്താ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ 5-6 പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് എന്നും
ഈ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് ഫോം ചെയ്തത് ഇതിന്റെ റീഅറേഞ്ച്മെന്റ് വഴിയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്നും റിംഗ് ബിയിൽ 5-6 പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കി. ഓക്കെ. നേച്ചർ ആൻഡ് പൊസിഷൻ ഓഫ് സൈഡ് ചെയിൻ. Oxidation of cholesterol acetate with CrO3 gives isohexyl methyl ketone and acetate of hydroxyketone, indicating that isohexyl methyl ketone, this is the structure of isohexyl methyl ketone, may with a side chain of cholesterol and should have been attached to carbonyl carbon atom of the hydroxy കീറ്റോൺ. ഇതാണ് നമ്മളെ ഹൈഡ്രോക്സി കീറ്റോൺ. ഇപ്പൊ ഈ ഹൈഡ്രോക്സി കീറ്റോണില് കാർബണിൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പൊസിഷനിലായിരിക്കും ഈ ഐസോഹെക്സൽ മീഥൈൽ കീറ്റോൺ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു പാർട്ടായിരിക്കും ഈ കൊളസ്ട്രോളിന്റെ ആൽക്കൈൽ പാർട്ട് അല്ലെങ്കിൽ സൈഡ് ചെയിൻ എന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലാക്കിയത്. ഓക്കെ. ദെൻ ഈ ഒരു ഐസോഹെക്സൽ മീഥൈൽ കീറ്റോൺ ഈ ഒരു ഗ്രൂപ്പ് ഇതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പൊസിഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ കണ്ടെത്തുകയാണ് ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തത് വെച്ചാൽ 5-ബീറ്റ കൊളസ്റ്റൈൻ, അതായത് കൊളസ്ട്രോളിന് എന്ത് ചെയ്തു, ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ട് കിട്ടിയ ഒരു കോമ്പൗണ്ട് 5-ബീറ്റ കൊളസ്റ്റൈൻ. അപ്പോൾ ഈ 5-ബീറ്റ കൊളസ്റ്റൈനിന്റെ ഈ സൈഡ് ചെയിനിനെ നമ്മൾ CN എന്ന് റെപ്രസെന്റ് ചെയ്തു. ബാക്കിയുള്ള ആ പാർട്ടിനെ ന്യൂക്ലിയസ് NUC എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ. ഇനി ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, CrO3 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ ഒരു CN ഇത് നമ്മൾ കൊളസ്ട്രോളിനെ റെപ്രസെന്റ് ചെയ്തതാണ് NUC CN എന്നുള്ളത്. CN എന്ന് പറഞ്ഞാൽ സൈഡ് ചെയിൻ ആണ്, ഇത് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഈ സൈഡ് ചെയിനിലത്തെ 3 കാർബൺ, അതായത് ഇതിന്റെ ഏറ്റവും അറ്റം എന്ത് ചെയ്തു, ഓക്സിഡൈസ് ചെയ്തു പോയി. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 C ഡബിൾ ബോണ്ട് CH3, അതായത് ഇതിന്റെ ഈ സൈഡ് ചെയിനിന്റെ ഒരു കഷ്ണമാണിത്. ബാക്കി പാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 5-ബീറ്റ കൊളാനിക് ആസിഡ്. അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ന്യൂക്ലിയർ പാർട്ട് CNലത്തെ 3 കാർബൺ ഇവിടെ പോയി, അപ്പൊ ബാക്കിയുള്ള സൈഡ് ചെയിൻ. ഓക്കെ. അപ്പൊ ഈ ഒരു 5-ബീറ്റ കൊളാനിക് ആസിഡിന് ബാബിയർ വീലാൻഡ് ഡിഗ്രഡേഷൻ നടത്തി. അപ്പോൾ എന്ത് കിട്ടി, നോർ 5-ബീറ്റ കൊളാനിക് ആസിഡ് കിട്ടി. ഓക്കെ. അപ്പൊ ആ ഒരു കോമ്പൗണ്ടിന് പറഞ്ഞാല് ബാബിയർ വീലാൻഡ് ഡിഗ്രഡേഷനിൽ ഓരോ പിന്നെ കാർബണാണ് നമ്മൾ ഡിഗ്രേഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു C-3 ആയിരുന്നു, അപ്പോൾ ഒരു കാർബണും കൂടി പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, NUC CN-4 കിട്ടി. അപ്പം അതിനെ വീണ്ടും ബാബിയർ വീലാൻഡ് ഡിഗ്രഡേഷൻ നടത്തി. വീലാൻഡ് ഡിഗ്രഡേഷൻ. അപ്പോൾ ഒരു കാർബണും കൂടി നഷ്ടപ്പെട്ടു. അപ്പം ബിസ്നോർ 5-ബീറ്റ കൊളാനിക് ആസിഡ് കിട്ടി. അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമ്മളെ മോളിക്യൂളിന്റെ ന്യൂക്ലിയസ്, then CN-5, then വീണ്ടും ബാബിയർ വീലാൻഡ് ഡിഗ്രഡേഷൻ നടത്തി. അപ്പോൾ ഒരു കാർബണും കൂടി പോയി. എന്താ കിട്ടിയ, എത്തിയോ PH എത്തിയോ കോളായി മീഥൈൽ കീറ്റോൺ കിട്ടി. മീഥൈൽ കീറ്റോൺ. ഓക്കെ. അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ന്യൂക്ലിയസ് CN-6, then
This compound on treating with the oxidizing agent CrO3 gives 5-beta ethanic acid with formula nucleus Cn-7. Okay, this one for the Barbier-Wieland degradation. Eliminate one more molecule of carbon, gives cyclic ketone. ഈ സൈക്ലിക് കീറ്റോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാർബിർ-വിലാൻഡ് ഡിഗ്രഡേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ലോങ് ചെയിനെ കംപ്ലീറ്റ് 1 by 1 ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അവസാനം ആ ചെയിനെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ റിങ്ങിൽ എത്തുന്നവരെ ഓക്സിഡേഷൻ നടന്നുകൊണ്ടിരുന്നു. NuCN-8. Then this cyclic ketone on oxidation with the HNO3 gives ethiobilyanic acid. Okay, this is the structure of ethiobilyanic acid. ഇവിടെ COOH, COOH. Okay, ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ 5-beta പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട് പറഞ്ഞല്ലേ, ആ ഹൈഡ്രജനാണ് ഇത്. ഇതാണ് ethiobilyanic acid. ഓക്കെ, അപ്പോൾ ഇതൊരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് അസറ്റിക് ഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. 1 2 3 4 5 15 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ എന്താ കിട്ടുക? സൈക്ലിക് അൺഹൈഡ്രൈഡ് കിട്ടും. AC2O gives this cyclic anhydride. Okay, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. Okay, then this cyclic anhydride on selenium distillation with selenium gives. അപ്പോൾ എന്താ സംഭവിക്കുക? സെലീനിയത്തിൽ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ എന്താവും? ഈ ഓരോ റിങ്ങും അരോമാറ്റിക് ആവും. അപ്പോൾ ഈ 3 റിങ് അരോമാറ്റിക്കായി ഈ ഒരു പാർട്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ള ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വരും. എന്താ കിട്ടുക? ഒരു ഫിനാൻത്രീൻ റിങ്, അതിൻ്റെ മുകളിൽ CH3 ഗ്രൂപ്പ് 1,2-dimethyl phenanthrene ഫോം ചെയ്യും. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് ആണ് നോക്കുന്നത്. ഓക്സിഡേഷൻ ഓഫ് കീറ്റോൺ അതായത് NuCN-8 എന്ന് പറഞ്ഞുള്ള കീറ്റോൺ yielded a dicarboxylic acid without any loss of carbon atom, which means that this ketone is a cyclic ketone. The side chain contain 8 carbon atom. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരെ ഓരോ കാർബൺ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് വരായിരുന്നു. അപ്പോൾ ഈ ഒരു സൈക്ലിക് കീറ്റോൺ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൈകാർബോക്സിലിക് ആസിഡാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഒരു സൈക്ലിക് കീറ്റോൺ എന്ന് പറയുന്നത്, ഈ കീറ്റോൺ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അതുവരെ ഡിഗ്രേഡ് ചെയ്തിരിക്കുന്ന ഓരോ കാർബൺ എന്ന് പറയുന്നത് സൈഡ് ചെയിനിലെ കാർബൺ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിഗ്രേഡഡ് പ്രോഡക്റ്റ് എല്ലാം കൂടി യോജിപ്പിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈഡ് ചെയിനിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ന്യൂക്ലിയസ് NuC എന്ന് എഴുതി ബാക്കി. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ പ്രോഡക്റ്റ് നിന്ന് തുടങ്ങാം.
ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു CH3 ഉണ്ടാവും. CH, പിന്നെ ഓരോ കാർബൺ വീതമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. CH2, CH2. ദെൻ ഫസ്റ്റിൽ വന്നത് ഈ അസറ്റോൺ മോളിക്യൂളാണ്. അപ്പം അത് വന്നത് എങ്ങനെയാണ്? ഈ ഒരു പാർട്ടിനെ ഓക്സിഡൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഒരു CH2, പിന്നീട് വന്ന CH2, ഫസ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ടുള്ള CH2. ഓക്കെ. അപ്പം ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ എവിടെയോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പിൽ എവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും? സെക്കൻഡ് സ്റ്റെപ്പിൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. തേർഡ് സ്റ്റെപ്പിലോ അടുത്ത ബാബിയർ-വില്ലാൻഡി ഡെഗ്രഡേഷൻ. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ്, ഇവിടെ തേർഡ് സ്റ്റെപ്പിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫോർത്ത് സ്റ്റെപ്പിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എവിടെയാ? ഇവിടെ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദെൻ സിക്സ്ത് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ സിക്സ്ത് സ്റ്റെപ്പിലാണ് നമ്മൾ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ബ്രേക്ക് ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ചെയിൻ ആണെന്ന് കൺഫേം ചെയ്തു. ഇനി ഈ സൈഡ് ചെയിന് നമ്മൾ ഈ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് പൊസിഷനിലാണെന്നാണ് ഇനി നോക്കാനുള്ളത്. അപ്പം ആ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ സൈഡ് ചെയിൻ എവിടുന്നാണ് നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കീറ്റോണിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 5 മെമ്പേർഡ് റിംഗ് എന്നാണ് ഈ ഒരു സൈഡ് ചെയിൻ 5 മെമ്പേർഡ് റിംഗിലാണ് ഈ ഒരു സൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 5 മെമ്പേർഡ് റിംഗ് എന്ന് പറയുമ്പോൾ ഏത് റിംഗ് ആണ്? റിംഗ് ഡി ആണ്. അപ്പോൾ ആ റിംഗ് ഡിയിൽ തന്നെ ഈ ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറയുന്നത് C15 ആവാം, C16 ആവാം, C17 ആവാം. ഇനി ആ ഒരു ഏത് പൊസിഷനിലാണെന്ന് കൺഫേം ചെയ്തിരിക്കുന്നത് ഇതുമായിട്ടുള്ള സ്ട്രക്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ സെർട്ടൻ റിയാക്ഷൻ വഴിയാണ്. അതായത് കൊളസ്ട്രോൾ വെച്ചിട്ടല്ല നമ്മളതിൻ്റെ പ്രൂഫ് കൊടുത്തിരിക്കുന്നത്, ബീറ്റാ കൊളാനിക് ആസിഡ് വെച്ചിട്ടാണ്. കൊളിക് ആസിഡിൻ്റെ ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പൊസിഷൻ, അതായത് ഏത് പൊസിഷനിലാണ് ഈ ഒരു സൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് കൺഫേം ചെയ്തത്. അപ്പോൾ ആ ഒരു സീരീസ് ഓഫ് റിയാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ബേസിക് സ്കെലിറ്റൺ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിൽ ഒരു C ഡബിൾ ബോണ്ട് O ഒക്കെ ഉണ്ട്. ഇവിടെ CH3, ഇവിടെ H ആണ്. ഓക്കെ. അപ്പോൾ ഈ കൊളസ്ട്രോളും ഇതുപോലെ സ്ട്രക്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റിറോയിഡ്സൊക്കെ അല്ലെങ്കിൽ ബൈലാസിഡ്സും അതൊക്കെ സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയസും സൈഡ് ചെയിനും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മളതിനെ, അതായത് അറ്റാച്ച്മെൻ്റ് ഒക്കെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻ്റ് ഒക്കെ സിമിലർ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ ഇത് റിംഗ് A, B, C, D. അപ്പം ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് 12 കീറ്റോ ബീറ്റ കൊളാനിക് ആസിഡ്. Okay, this on heating gives this compound. Double bond ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ റിംഗ് നെയിം ചെയ്താണ് ABCD. ഓക്കെ. ഇവിടെ ഒരു പുതിയ റിംഗും കൂടി പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിംഗിനെ നമ്മൾ E എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് CH3 ഗ്രൂപ്പ് തന്നെയാണ്. അപ്പം ഡിഹൈഡ്രോ നോർ കോലിൻ ആണ് ഇരുവരും. ഡിഹൈഡ്രോ നോർ കോലിൻ.
Okay, this on selenium distillation. Selenium distillation at 320 degree gives compound okay. One more 6-member ring is attached here. D. ഇപ്പോൾ റിങ്ങിൻ്റെ നെയിം ചെയ്യുകയാണെങ്കിൽ എ ബി സി ഇത് ഡി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇത് ഡി ആണ്. ഡി then this is E. Okay. ഇതിന് മുകളിലുള്ള സൈഡ് ചെയിൻ ഒക്കെ വരച്ചാൽ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. This is then oxidized with the chromium trioxide. Gives an intermediate C double bond O. Okay. This on further oxidation with the CrO3. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ റിങ് കംപ്ലീറ്റ് ഓക്സിഡൈസ് വിത്ത് എബാബ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ COH ഇവിടെ COH. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ചെയിൻ ഇവിടെ ഇവിടെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇവിടെ COH വരും. പിന്നെ ഈ റിങ് ഇവിടെ റിങ് D ഇവിടെ ബ്രേക്ക് ചെയ്യും. ആ റിങ് D ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ COH ഈ ഒരു കാർബണിൽ കാർബണാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CrO3 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ COOH. അതായത് ഈ റിംഗ് ഡീൻ്റെ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വന്നു. ഈ ഒരു ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് COH ഗ്രൂപ്പായി. ഇനി ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റിംഗ് ക്യൂനോൺ രൂപത്തിൽ ഓക്സിഡൈസ് ചെയ്തു. ഡബിൾ ബോണ്ടോ. ഓക്കെ, ദെൻ റിംഗ് എ കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് COOHുമായി ഈ ഒരു compound form ചെയ്തു. The name of this compound is anthraquinone 1256 tetracarboxylic acid. Okay, 20-methyl chloranthene and its oxidation product have 3 linearly fused 6-membered ring. ഇവിടെ 3 linearly fused 6-membered ring ഉണ്ട്, which can only be expected if side chain in 12 keto 5 beta cholanic acid is attached at C17, thus confirming the position of cholesterol also at side chain position. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്യാം, C17 ആണെന്ന് കൺഫേം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സൈഡ് ചെയിൻ്റെ പൊസിഷൻ കൺഫേം. Next, position of 2 angular methyl group. The nucleus which contains 17 carbon atom and side chain which contain 8 carbon atom account for 25 carbon atoms. Thus 2 more carbon atom have to be encountered in cholesterol. The formation of 1,2-dimethylphenanthine from ethiobilyanic acid anhydride on distillation with the selenium
selenium can be explained if methyl group is present at C13. So, this is ethiobilyanic anhydride. Then it is on selenium distillation we will get this compound. So, this CH3 group C13 methyl group, angular methyl group first. Then second methyl group was located at C10. C10 is position. Okay. C10 by following sequence of reaction. Okay. In elucidating the position of hydroxyl group, the carbon double bond, one of the oxidation product was ketoacid. Okay, double bond ആയിട്ടുള്ള ഒരു component one of the product ഒരു ketoacid. This compound was subjected to Clemmensen reduction followed by 2 Barber-Wieland degradation to give carboxylic acid, which could not be easily esterified. Thus, carbon monoxide on warming with concentrated H2SO. അപ്പോൾ ഇത് ഈസിലി എസ്റ്ററിഫൈഡ് ആവാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു COOH ഗ്രൂപ്പ് ഉള്ളത് ഒരു സ്റ്റെറിക്കലി ക്രൗഡഡ് ആയിട്ടുള്ള കാർബണോടാണ്. അതായത് ടെർഷ്യറി കാർബൺ കോർഡിനറി കാർബണോടാണ് ഈ ഒരു COOH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ ഒരു റിംഗ് ജംഗ്ഷനിലായിരിക്കും. അതായത് C10 പൊസിഷനിലായിരിക്കുന്ന ഈ ഒരു റിയാക്ഷനിലോടുകൂടി മനസ്സിലാക്കാൻ പറ്റും.